നമുക്ക് ചുറ്റും നല്ലതും ചീത്തയുമായ അനേകം ബാക്ടീരിയകളും രോഗമുണ്ടാക്കുന്ന വൈറസുകളും ഒക്കെ ഉണ്ട് അല്ലേ? പുതിയ കൊറോണ വൈറസ് നമ്മുടെയൊക്കെ ജീവിതത്തെ അതിഭീകരമായി ബാധിച്ചിരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയാത്ത ഈ വൈറസുകൾ എങ്ങനെയാണ് പ്രതലങ്ങളിൽ നിന്നും കൈകൾ വഴി നമ്മുടെ ഉള്ളിലെത്തുന്നതെന്നും പിന്നെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയാൽ എങ്ങനെ ഇതിനെ തടയാനാകും എന്നൊക്കെ പരീക്ഷണങ്ങളോടെ മനസ്സിലാക്കാം ഈ സൈക്കേഡലം വീഡിയോയിൽ. കൊറോണ വൈറസിൻ്റെ പ്രവർത്തന രീതിയെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ. അത് കാണാത്തവർക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാം. ഈ വീഡിയോയിൽ സിമ്പിൾ പരീക്ഷണങ്ങളിലൂടെ ഇതിൽ ചില കാര്യങ്ങൾ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം. ഇത് ഗ്ലോ പൗഡർ എന്ന് പറയപ്പെടുന്ന ഫ്ലൂറസെൻ്റ് ആയ ഒരു പൊടിയാണ്. ഈ പൊടി ഇവിടെയൊക്കെ വിതറിയാൽ സാധാരണ വെളിച്ചത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. പക്ഷേ ഈ UV ലൈറ്റ് അടിച്ചാൽ ഇത് തിളങ്ങും. കണ്ടോ? ഇതാണ് നമ്മൾ വൈറസിൻ്റെ സ്പ്രെഡ് മനസ്സിലാക്കാനായി ഉപയോഗിക്കുന്നത്. വൈറസ് ബാധ ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒക്കെയാണല്ലോ ഈ വൈറസ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ വരുന്ന വൈറസുകൾ പ്രതലത്തിൽ ദിവസങ്ങളോളം നിലനിൽക്കാം. ഉദാഹരണത്തിന് ഈ ടേബിളിൽ കുറച്ച് വൈറസ് ഉണ്ടെന്ന് കരുതുക. നമുക്ക് ഈ പൊടി ഇവിടെ കുറച്ച് വിതറാം. ഈ പ്രതലത്തിൽ വൈറസ് ഉള്ളത് അറിയാതെ ഒരാൾ ഈ ടേബിൾ തൊടുമ്പോഴോ അയാളുടെ കയ്യിലേക്ക് ഈ വൈറസുകൾ പറ്റിപ്പിടിക്കുന്നു. പക്ഷേ തൊലിയിൽ കൂടെ ഉള്ളിലേക്ക് കയറാൻ ഈ വൈറസിന് കഴിയില്ല. അപ്പോൾ അവ കയ്യിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. ഈ UV ലൈറ്റ് അടിച്ച് നമുക്ക് നോക്കാം. ഇതറിയാതെ നമ്മൾ ഈ കൈ കൊണ്ട് മുഖത്തൊക്കെ തൊടുകയാണെങ്കിൽ ഈ വൈറസ് മുഖത്തൊക്കെ ആകും. മൂക്കിലോ കണ്ണിലോ വായിലോ ഒക്കെ തൊട്ടാൽ അതുവഴി ശ്വാസകോശത്തിലേക്ക് എത്താൻ ഈ വൈറസിന് സാധിക്കും. ശ്വാസകോശത്തിലെത്തിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ. ഇതുപോലെ തന്നെയാണ് ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ച സാധനങ്ങൾ കൈകൊണ്ട് തൊടുമ്പോഴൊക്കെ. ഇദ്ദേഹം ഉപയോഗിച്ച സാധനങ്ങളിൽ ഈ പൊടി എത്തിയോ എന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ? എല്ലായിടത്തും ഇതിൻ്റെ സാന്നിധ്യമുണ്ട്. ഇനിയൊന്ന് ഇദ്ദേഹം ആർക്കെങ്കിലും ഹാൻഡ് ഷേക്ക് കൊടുത്തു എന്നിരിക്കട്ടെ. വൈറസ് കയ്യിലുള്ള ഒരാൾ മറ്റൊരാൾക്ക് ഹാൻഡ് ഷേക്ക് നൽകിയാൽ അയാളുടെ കയ്യിലേക്ക് ഈ വൈറസുകൾ എത്താം. കണ്ടോ? അങ്ങനെ ഈ ടേബിളിൽ ഉണ്ടായിരുന്ന വൈറസ് ആരോഗ്യവാനായ ഒരാളിലേക്കും അയാൾ ഉപയോഗിച്ച സാധനങ്ങളിലേക്കും അയാൾ ഇടപഴകിയ ആളുകളിലേക്കുമൊക്കെ എത്തും. രോഗബാധ ഉള്ളവരിൽ നിന്നും അകലം പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൈകൾ കൃത്യമായി കഴുകേണ്ട ആവശ്യകതയും ഒക്കെ ഇതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. മുഖത്ത് തൊടുന്നത് മാക്സിമം ഒഴിവാക്കണം. പിന്നെ പൊതുസ്ഥലങ്ങളിലൊക്കെ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൃത്യമായി ഇടവേളകളിൽ വൃത്തിയാക്കേണ്ടതും വൈറസ് പടരുന്നത് തടയാൻ വളരെ അത്യാവശ്യമാണ്. സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ഈ വൈറസ് നശിക്കുമെന്നും ഇടയ്ക്ക് നന്നായി കൈയൊക്കെ സോപ്പിട്ട് കഴുകണമെന്നും നമുക്കെല്ലാവർക്കും അറിയാം. നിസ്സാരമായ സോപ്പ് എങ്ങനെയാണ് ഈ ഭയങ്കരനായ വൈറസിനെയൊക്കെ നശിപ്പിക്കുന്നത്? അത് മനസ്സിലാക്കാനായി നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്യാം. ഈ കോണിക്കൽ ഫ്ലാസ്കിൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്കറിയാം വെള്ളവും എണ്ണയും കൂടെ മിക്സ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം 2 ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ? 2 ലെയറായിട്ട്. ഇത് വെള്ളവും ഇത് എണ്ണയും. ഇനി ഇതിലേക്ക് കുറച്ച് സോപ്പ് സൊല്യൂഷൻ, അതായത് സോപ്പും വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. കണ്ടോ? ഈ എണ്ണ ഈ വെള്ളത്തിൽ അല്ലെങ്കിൽ ഈ സോപ്പും വെള്ളത്തിൽ അലിഞ്ഞുപോയി. സോപ്പിൻ്റെ തന്മാത്രകളുടെ പ്രത്യേകതയാണ് ഇത് സാധ്യമാക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളിൽ മിക്കതും കൊഴുപ്പിലോ അല്ലെങ്കിൽ ജലത്തിലോ ലയിക്കുന്നതാണ്. കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിലോ ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പിലോ ലയിക്കുകയില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ലവണങ്ങളും ജലത്തിൽ ലയിക്കുന്നതാണ്. ഇപ്പോൾ ഉപ്പ്, സോഡിയം കാരം, NaCO3 തുടങ്ങിയവ. അതേസമയം കാർബണിക സംയുക്തങ്ങൾ, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ്, മിക്കതും കൊഴുപ്പിൽ ലയിക്കുന്നതാണ്. ടാർ, പെയിൻറ്റ് തുടങ്ങിയവ. എന്നാൽ സോപ്പ് ഒരേ സമയം ജലത്തിലും കൊഴുപ്പിലും ലയിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത തന്മാത്രയാണ്.
സോപ്പ് തന്മാത്രകളുടെ ഒരറ്റം ജലത്തോട് ആകർഷണമുള്ളതും ഹൈഡ്രോഫിലിക്കും മറ്റേ അറ്റം ജലത്തോട് വികർഷണമുള്ളതുമാണ് ഹൈഡ്രോഫോബിക്. അതായത് സോപ്പ് തന്മാത്രകളുടെ ഒരറ്റം ജലത്തിൽ ലയിക്കും, മറ്റേ അറ്റം കൊഴുപ്പിലും ലയിക്കും. അങ്ങനെയാണ് വെള്ളത്തെയും എണ്ണയും മിക്സ് ചെയ്യാൻ നമുക്ക് സോപ്പ് ഒഴിച്ചപ്പോൾ സാധിച്ചത്. ഇതുമായി വൈറസിന് എന്ത് ബന്ധം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? കൊറോണ വൈറസിൻ്റെ പുറത്തെ ആവരണം കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ കണ്ടതുപോലെ സോപ്പ് വെള്ളത്തിൽ ഈ കൊഴുപ്പിൻ്റെ ലെയറിനെ നമുക്ക് അലിയിച്ച് കളയാൻ സാധിക്കും. അങ്ങനെ വൈറസിനെ നമുക്ക് നശിപ്പിക്കാം. ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ചാലും ഈ വൈറസിനെ നശിപ്പിക്കാൻ കഴിയും. ആൽക്കഹോളാണ് ഹാൻഡ് സാനിറ്റൈസറിലെ പ്രധാന ഘടകം. വെള്ളമൊഴിച്ച് ആൽക്കഹോൾ ഡൈല്യൂട്ട് ചെയ്യാമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ എണ്ണ ആൽക്കഹോളിൽ ഡൈല്യൂട്ട് ആവുമോ? നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? ഈ ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് ആൽക്കഹോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കാം. കണ്ടോ, എണ്ണ മൊത്തത്തിൽ ആൽക്കഹോളിൽ ഡൈല്യൂട്ടായി പോയിരിക്കുന്നു. അപ്പോൾ ഇതും ഏകദേശം സോപ്പ് വെള്ളം പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. കൂടാതെ ആൽക്കഹോളിന് പ്രോട്ടീൻ്റെ കഴിവുകളെ തടയാനുമാകും. 60% ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിലേ വൈറസിനെ നശിപ്പിക്കാനാകും. അതിനാൽ സാധാരണ കുടിക്കുന്ന ആൽക്കഹോൾ കൊണ്ട് കൈ കഴുകിയിട്ട് ഒരു കാര്യമില്ല. 60% കൂടുതലുള്ള സാനിറ്റൈസർ തന്നെ മേടിക്കണം. പിന്നെ ഉപയോഗിക്കുമ്പോൾ കൈ നനഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേർത്തിട്ടുണ്ടെങ്കിലോ ഒക്കെ ഇതിൻ്റെ ക്ഷമത കുറയും. അതുകൊണ്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് തന്നെയാണ് ഏറ്റവും ഫലപ്രദം. 20 സെക്കൻഡെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയാലേ എല്ലാ വൈറസിനെയും നശിപ്പിക്കാൻ കഴിയൂ. നമുക്ക് ആദ്യത്തെ ഗ്ലോ പൗഡർ കയ്യിൽ തേച്ചിട്ട് കൈ കഴുകാം. 5 സെക്കൻഡ് കഴുകിയാലും 20 സെക്കൻഡ് കഴുകിയാലുമുള്ള വ്യത്യാസം കണ്ടു. പൂർണ്ണമായും എല്ലാ വൈറസിനെയും നശിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ നന്നായി സമയമെടുത്ത് തന്നെ കഴുകണം. പിന്നെ നമ്മൾ എപ്പോഴും കൈകൊണ്ട് തൊടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഫോൺ. പുറത്ത് പോകുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഫോണുകൾ ഇടയ്ക്കിടയ്ക്ക് വൈപ്പ് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഡിസ്ഇൻഫെക്റ്റൻറ്റ് വൈപ്സ് ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അതുപയോഗിച്ച് ക്ലീൻ ചെയ്യാനാണ് ആപ്പിൾ, സാംസങ് തുടങ്ങിയ കമ്പനികളൊക്കെ ശുപാർശ ചെയ്യുന്നത്. 70% ആൽക്കഹോൾ ലായനി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. കൂടുതൽ ആൽക്കഹോൾ ഉപയോഗിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലീനിങ് സാധനങ്ങൾ ഉപയോഗിച്ചാലോ സ്ക്രീനിൻ്റെ കോട്ടിങ്ങിന് ചില കേടുപാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ലഭ്യമല്ല എങ്കിൽ സോപ്പ് ലായനിയിൽ തുണി മുക്കി തുടയ്ക്കുകയും ആവാം. പക്ഷെ വെള്ളം ഫോണിൻ്റെ ഉള്ളിൽ പോകാതെ ശ്രദ്ധിക്കേണ്ട. വാട്ടർ റെസിസ്റ്റൻറ്റ് ഫോൺ ആണെങ്കിൽ പോലും വെള്ളം ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട്. ക്ലീൻ ചെയ്യാൻ സോഫ്റ്റായ മൈക്രോ ഫൈബർ ക്ലോത്ത് ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ക്രാച്ചും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വൈറസ് പകരുന്ന രീതിയും അത് തടയാൻ സോപ്പ് കൊണ്ട് കഴുകേണ്ട ആവശ്യകതയും ഒക്കെ കൂടുതൽ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും മാക്സിമം വീടുകളിൽ തന്നെ ഇരിക്കുക. ഈ വൈറസിൻ്റെ പകർച്ച തടയാൻ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ്. ആരോഗ്യ പ്രവർത്തകരുടെയും ഗവൺമെൻറ്റിൻ്റെയും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക. ഈ വൈറസിനെ പറ്റി കൂടുതൽ അറിയാൻ ഞങ്ങളുടെ മുൻപത്തെ വീഡിയോ ഒക്കെ കാണാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയിൽ കാണും വരെയും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ഗുഡ് ബൈ.